യു.ഡി.എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിൽ സെക്രട്ടറി അറിയാതെ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം വിളിച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് കൗൺസിലർമാരും പ്രതിപക്ഷവും. കൗൺസിൽ യോഗം മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷം. യോഗം നടന്നാൽ താൻ വിയോജനക്കുറിപ്പ് എഴുതുമെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജനങ്ങൾക്ക് കിട്ടുന്ന ഉപകാരത്തിന് എന്തെങ്കിലും മുടക്കം ആരെങ്കിലും ഭാഗത്തുനിന്ന് വന്നിച്ചില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന അറിയാം. സെക്രട്ടറി മാറ്റേണ്ട എത്ര അർജന്റ് സെക്രട്ടറി മാറ്റാൻ ഒരു കൗൺസിൽ യോഗം ഇവിടെ കൂടുതൽ സെക്രട്ടറി അറിയണ്ടേ? സെക്രട്ടറി അറിയാതെ കൗൺസിൽ യോഗം വെക്കുക. ഇതിവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇന്നേ പോലുള്ള ജനപ്രതിനിധികൾ ഇവിടെ ജയിച്ചു വരുന്നത്. അല്ല തോന്നിയവർക്ക് ഇവിടെ ചെയ്യുന്ന പരിപാടിയിൽ ആ പരിപാടി നിർത്തിക്കളി. വ്യാഴാഴ്ച കൗൺസിൽ യോഗം നടക്കുമെന്നറിയിച്ച് എല്ലാ കൗൺസിലർമാർക്കും നോട്ടീസ് വിതരണം ചെയ്തിരുന്നു. എന്നാൽ കൗൺസിൽ യോഗം സെക്രട്ടറി അറിഞ്ഞില്ലെന്നും സെക്രട്ടറി ഒപ്പിടാത്ത നോട്ടീസ് വിതരണം ചെയ്ത സംഭവത്തിൽ ക്ലാർക്കിനോട് വിശദീകരണം ചോദിച്ചതോടെയാണ് സംഭവം വിവാദമായത്. സെക്രട്ടറി സതീഷ് കുമാറും ലീഗ് നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യമാണ് സെക്രട്ടറി അറിയാതെ യോഗം വിളിച്ചതിന് പിന്നിലെ കാരണമെന്നാണ് അറിയുന്നത്. സെക്രട്ടറിയെ മാറ്റാൻ തിരക്കിട്ട ശ്രമമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത്. സെക്രട്ടറി അറിയാതെ യോഗം വിളിച്ചതിനെതിരെ കോൺഗ്രസ് അംഗങ്ങളായ MK രാധാകൃഷ്ണൻ, ജലീൽ കൊളമ്പൻ എന്നിവർ രംഗത്തു വന്നു. കൗൺസിൽ നോട്ടീസ് ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് സെക്ഷൻ ക്ലർക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട് ഒപ്പിടിച്ച് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം സെക്രട്ടറിയോട് ചോദിച്ച സമയത്താണ് അറിയാൻ കഴിഞ്ഞത് സെക്രട്ടറി കൗൺസിൽ യോഗം അറിഞ്ഞിട്ടില്ല. സെക്രട്ടറി അറിയാതാണ് കൗൺസിൽ യോഗം വിളിച്ചിരിക്കുന്നത് അറിയാൻ പറ്റും. അതിൽ നമുക്ക് നല്ല പ്രതിഷേധമുണ്ട്. കാരണം ഒരു മുനിസിപ്പാലിറ്റിയുടെ നഗരഭരണം എന്ന് പറഞ്ഞാൽ അത് ചെയർപേഴ്സൺ സെക്രട്ടറി ജോയിൻ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സെക്രട്ടറി ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ന്യൂസ് കൊണ്ടോ സെക്രട്ടറിനെ മാറ്റാൻ കൊടുത്തിരിക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നു, അതിന്റെ മുന്നോടിയായിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നഗരസഭാ യോഗം ചെയ്യേണ്ടത് കൗൺസിൽ കൂടുന്നത് ചെയർപേഴ്സന്റെ സെക്രട്ടറി ജോയിന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. യോഗം അറിയിക്കുകയോ അജണ്ടകൾ താൻ കാണുകയോ ചെയ്യാത്തതിനാൽ കൗൺസിൽ യോഗ തീരുമാനങ്ങളിൽ താൻ വിയോജിക്കുമെന്ന് സെക്രട്ടറി പറഞ്ഞു. അജണ്ടകൾ ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ അജണ്ടകളാണ് കൗൺസിലിൽ വെക്കേണ്ടത് എന്നത് ഞാനും ചെയർപേഴ്സണും കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്ന്, പിന്നെ ഞാൻ ഒപ്പിട്ട നോട്ടീസ് അല്ല പോയിരിക്കുന്നത്. അതിപ്പോൾ ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബന്ധപ്പെട്ട ക്ലർക്കിനും കൗൺസിൽ ക്ലർക്കിനും ഞാൻ വിശദീകരണം ചോദിക്കാൻ മെമ്മോ കൊടുക്കുന്നുണ്ട്. ഇതേ പറയാനുള്ളൂ. അപ്പൊ ഈ അങ്ങനെ ചേർന്ന കൗൺസിൽ യോഗത്തിലെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമസാധുത ഉണ്ടാവില്ല എന്നൊരു പരാമർശം. സെക്രട്ടറി ഒപ്പിടാത്തൊരു നോട്ടീസ് എന്തിനാണ് പോയത്, എങ്ങനെ പോയി, അതിന്റെ തെറ്റല്ലേ? സെക്രട്ടറി ചെയർപേഴ്സൺ അറിയണം. ഇപ്പൊ ഞാൻ എല്ലാ അജണ്ടകളും അപ്രൂവ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും അല്ലേ? 100 അജണ്ട ഞാൻ അപ്രൂവ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ന അജണ്ടകളാണ് നമ്മൾ ഈ കൗൺസിലിൽ വെക്കേണ്ടത് ഞാനും ചെയർപേഴ്സൺ തീരുമാനിക്കേണ്ട വിഷയമാണ്. കൗൺസിൽ യോഗം കൂടാൻ പറ്റുമോ? കൗൺസിൽ യോഗം കൂടാൻ സാധിക്കുമോ? ചെയർപേഴ്സൺ വേണമെങ്കിൽ അത് തീരുമാനിക്കാം. പക്ഷെ അതിൽ എന്താ പറയാ, എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടില്ല, അജണ്ടകൾ കാണാത്തതുകൊണ്ട് ഞാനത് യോജിക്കും. അപ്പോൾ സെക്രട്ടറി മാറ്റും എന്നുള്ളൊരു ഉത്തരവ് നാളെ ഇറങ്ങും എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ഇവിടെ നിൽക്കണമെന്നോ ഞാൻ ചോദിച്ചിട്ടില്ല ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ദൂരെ പോയ ആളാണ്. ഇന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. എൻ്റെ നാടിൻ്റെ അടുത്തേക്ക് അവരാണ് കൊണ്ടുവന്നത്. ആരാച്ച ആയിക്കോട്ടെ. എനിക്കിവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് 1-2 വിഷയങ്ങൾ ഇവിടെ എന്താ പറയുക പരിഹരിച്ചിട്ട് പോകണമെന്നുണ്ട്. ഒന്ന് ഈ ടാക്സ് വിഷയം, അങ്ങനെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ തീർത്തിട്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഇടതുപക്ഷ കൗൺസിലർമാർ സെക്രട്ടറിയുടെ ചേംബറിലെത്തി പ്രതിഷേധം അറിയിച്ചു. തങ്ങൾ ഉന്നയിക്കുന്ന പൊതുജന വിഷയങ്ങൾ യോഗത്തിൽ അജണ്ടയാവാറില്ലെന്ന് ഇടതുപക്ഷാംഗം ഷീബ പറഞ്ഞു. വ്യാഴാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗം മാറ്റിവെക്കണമെന്ന് പാർലമെന്ററി പാർട്ടി നേതാവ് അജയ്കുമാർ പറഞ്ഞു. ആ സിസ്റ്റത്തിനെ തകർക്കുന്ന രൂപത്തിലേക്ക് നീങ്ങുന്ന ഈ നടപടി തികച്ചും പ്രതിഷേധ അർഹമാണ്. അപ്പൊ അതിന് അടിയന്തരമായിട്ട് ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ ആ നയം തിരുത്തിക്കൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരം കാണാനും നാളെ തീരുമാനിച്ചിട്ടുള്ള യോഗം മാറ്റിവെക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രതിപക്ഷങ്ങളുടെ നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയുമാണ് അജണ്ടകൾ തീരുമാനിക്കുന്നതെന്നും താൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും കോൺഗ്രസിലെ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.